പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്താണ് ഇതിൻ്റെ മാനദണ്ഡമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതായത് സംസ്ഥാനത്ത് സാമൂഹികക്ഷേമ പെൻഷനോ വെൽഫെയർ ഫണ്ട് പെൻഷനോ ലഭിക്കാത്തവർക്കുള്ള 1000 രൂപ സാമ്പത്തിക സഹായത്തിനുള്ള മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി അത് ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എപ്പോഴാണ് ലഭിക്കുക എന്നും നമുക്ക് നോക്കാം. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക കൈത്താങ്ങ് ഓണത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാവർക്കും വിതരണം നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. 14,78,236 കുടുംബങ്ങൾക്കാണ് 1000 രൂപ ധനസഹായം ലഭിക്കുക. BPL പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും അന്ത്യോദയ അന്നയോജന പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും 1000 രൂപ സഹായം ലഭിക്കും. ഇതിനായിട്ട് പ്രത്യേകം ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഇനി ഗുണഭോക്താക്കളുടെ പട്ടിക ജില്ലാ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആധാർ കാർഡോ മറ്റേതെങ്കിലും തിരിച്ചറിയൽ രേഖകളോ ഹാജരാക്കിയിട്ട് ഈ പൈസ നിങ്ങൾക്ക് കൈപ്പറ്റാവുന്നതാണ്. സഹായ വിതരണം നടത്തുന്ന സഹകരണ സംഘങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കണം. ആവശ്യമായ നടപടികൾ സ്വീകരിച്ചായിരിക്കണം സഹായ വിതരണം നടത്തേണ്ടത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം നടത്തുന്നതിനായി ജില്ലാ തലത്തിൽ രൂപീകരിച്ചിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം ഈ പദ്ധതിക്ക് ബാധകമായിരിക്കും. സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിൽ അഡീഷണൽ രജിസ്ട്രാറുടെ മേൽനോട്ടത്തിൽ സെൽ രൂപീകരിക്കും. ഓരോ ജില്ലയിലെ ചുമതല ഓരോ ഉദ്യോഗസ്ഥന് നൽകുന്നതിനും നിർദ്ദേശിച്ചിരുന്നു. സാമ്പത്തിക സഹായം വിതരണം ചെയ്യുന്ന ജീവനക്കാർക്ക് സാമൂഹികക്ഷേമ പെൻഷൻ വിതരണം നടത്തുമ്പോൾ നൽകുന്ന ഇൻസെൻറ്റീവ് നൽകാനും സഹകരണ വകുപ്പ് തീരുമാനമായിട്ടുണ്ട്. അപ്പം 1000 രൂപ ഇവർക്കൊക്കെയാണ് ലഭിക്കുക. അതേപോലെ തന്നെ 14.78 ലക്ഷം വരുന്ന കുടുംബങ്ങൾക്കാണ് 1000 രൂപ വെച്ച് ലഭിക്കുക. ഈ പറഞ്ഞതാണ് നിബന്ധനകളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.